ഡിസംബർ 25 ഇന്നേ ദിവസം തിരുസഭ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുമസ് മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ജനനം അല്ലെങ്കിൽ ജനനത്തെ കേന്ദ്രീകരിക്കുന്നു. കന്നുകാലികൾക്കുള്ള തൊഴുത്തിൽ നിസ്സഹായനായ ഒരു ശിശുവായി ദൈവം മനുഷ്യനായി മാറിയ സംഭവത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. രക്ഷയുടെ കഥയിലെ ഒരു പ്രധാന നിമിഷം ക്രിസ്തുവിൻ്റെ എളിയ ജനനം അത്ഭുതങ്ങളും പ്രതീകാത്മകങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞതാണ്. ഗർഭിണിയായ ഒരു കന്യക, ഒരു മാലാഖമാരുടെ കൂട്ടം വിളിച്ചറിയിക്കുന്ന എളിയ ഇടയന്മാർ, വിജാതീയ മാഗി, സമ്പത്ത് സമ്മാനിച്ച ഒരു യഹൂദ ശിശു, അത് അനേകർക്ക് യഥാർത്ഥ പ്രതീക്ഷയുടെ ഉറവിടമാണ്. ദൈവം അത്രയേറെ വലിയവനായതിനാൽ അവിടത്തേക്ക് തീരെ ചെറുതാകാനും സാധിക്കും. ദൈവം അത്രയേറെ ശക്തിയുള്ളവനാകിയാൽ അവിടത്തേക്ക് ദുർബലനാകാനും നാം അവിടുത്തെ സ്നേഹിക്കത്തക്ക വിധം സ്വയം പ്രതിരോധിക്കാനാകാത്ത ഒരു ശിശുവായി നമ്മുടെ ഇടയിലേക്ക് വരാനും സാധിക്കും. നാം അവിടുത്തോടൊപ്പമായിരിക്കാനും അവിടുത്തെ പോലെ ആയിത്തീരാനും അവിടുന്ന് നമ്മിൽ ഒരാളായിരിക്കുന്നു. പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെ ഒരടയാളമായി അവിടുന്ന് നൽകിയിരിക്കുന്നു. ഓരോ ശിശുവിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും ശോഭ വിളങ്ങുന്നുണ്ടെന്ന് അവിടുന്ന് ക്രിസ്തുവിൽ നമ്മെ പഠിപ്പിക്കുന്നു. അജയ്യ സൂര്യദേവന്റെ തിരുനാൾ റോമാക്കാർ ഡിസംബർ 25 തീയതിയാണ് ആഘോഷിച്ചിരുന്നത്. തന്നിമിത്തം നീതി സൂര്യൻ്റെ ജന്മദിനം 4-ാം ശതാബ്ദം മുതൽ അന്നേ ദിവസം കൊണ്ടാടാൻ തുടങ്ങി. മഹാനായ വിശുദ്ധ ഗ്രിഗറി ക്രിസ്തുമസ് ദിവസം എല്ലാ വൈദികർക്കും 3 കുർബാന ചൊല്ലാൻ അനുവാദം നൽകി. പിതാവിൽ നിന്നുള്ള പുത്രൻ്റെ നിത്യമായ ജനനവും സമയത്തിൻ്റെ പൂർണ്ണതയിൽ കന്യകാംബയിൽ നിന്നുള്ള പിറവിയും യഥാസമയം നമ്മുടെ ആത്മാക്കളിലുള്ള ക്രിസ്തുവിൻ്റെ ജനനവും അനുസ്മരിപ്പിക്കുന്നവയാണ് ഈ 3 ബലികൾ. ക്രിസ്തുവിൻ്റെ ദിവ്യബലി എന്നർത്ഥമുള്ള ക്രിസ്തുമസ് പദം പ്രധാനമായി സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരത്തിലുള്ള ക്രിസ്തുവിൻ്റെ ബലിയാണെങ്കിലും 3 ദിവ്യബലി ക്രിസ്തുമസ് എന്ന പദത്തെ സാർത്ഥകമാക്കുന്നുണ്ട്. 1223 ക്രിസ്തുമസ് പുൽക്കൂട് നിർമ്മിക്കുന്ന രീതി തുടങ്ങിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരു പുൽക്കൂടുണ്ടാക്കി ജീവനുള്ള ഒരു കാളയും ഒരു കഴുതയും ഗ്രേച്ചിയോ നഗരത്തിൽ ഒരു ഗുഹയിൽ പ്രദർശിപ്പിച്ചു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെയും സ്നേഹത്തെയും പറ്റി പ്രസംഗിച്ചപ്പോൾ വിശുദ്ധൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ണീശോയുടെ രൂപം ഏതാനും നിമിഷത്തേക്ക് സജീവമായതുപോലെ പ്രേക്ഷകർക്ക് തോന്നി. ക്രിസ്തുമസ് ട്രീ 13-ാം ശതാബ്ദത്തിൽ ജർമ്മനിയിൽ ആരംഭിച്ചതാണ്. പർദീസയിലെ വൃക്ഷത്തിൻ്റെയും ഗാഗുൽത്തായിലെ കുരിശുമരത്തിൻ്റെയും പ്രതീകമാണ് ക്രിസ്മസ് ട്രീ. നമുക്ക് ഇന്നേ ദിവസം ഓരോ ദിവ്യബലിയും നമ്മുടെ ക്രിസ്തുമസും ദുഃഖവെള്ളിയും ഈസ്റ്ററുമാണ് എന്ന് മനസ്സിലാക്കാം.